പണ്ട് 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 ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് തൃശൂർ പൂരം തുടങ്ങുന്ന കാലത്ത് ശക്തൻ തമ്പുരാൻ നേരിട്ട് ചമയങ്ങളുണ്ടാക്കാൻ അവകാശം നൽകിയവരാണ് മുരളിമാഷുടെ ചാത്തനാട്ട് കുടുംബത്തിന്. അന്നു മുതൽ ഇന്നുവരെ ഒരനുഷ്ഠാനം പോലെ ഈ കുടുംബം ചമയങ്ങൾ ഒരുക്കുന്നു. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കൃഷ്ണൻകുട്ടി നായർ, അദ്ദേഹത്തിന് ഈ തൊഴിലായിരുന്നു. അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു നാരായണേത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹം പഠിച്ചത് കീരിങ്ങാട്ട് പറയുന്നതാണ് കേട്ടിരിക്കുന്നത്. ആ തൃശ്ശൂർ പൂരത്തിലേക്ക് ആറാട്ടുപുഴ പൂരം തെറ്റിപ്പിരിന്റെ 200 വർഷം മുമ്പ് വന്നപ്പോൾ ഇതെല്ലാം ഇവിടെയും കൂടി ശക്തൻ തമ്പുരാന്റെ ഇത് അവിടെ എന്തുണ്ടോ അതിനേക്കാൾ കൈങ്കര്യമാക്കണം എന്നുള്ളതാണല്ലോ ശക്തൻ തമ്പുരാന്റെ ഇത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറേയും കൂടി ഊർജ്ജസ്വലമാക്കി നന്നാക്കി ഉണ്ടാക്കി എടുക്കണം. കുടമാറ്റത്തിൽ മാത്രമല്ല സസ്പെൻസ് ഉള്ളത്. ആലവട്ടത്തിലും ഓരോ കൊല്ലവും വ്യത്യസ്തത കൊണ്ടുവരാൻ മുരളിമാഷ് ശ്രമിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ ശംഖ് ആണ് പ്രമേയം. അപ്പോൾ ഒരു 17ഓളം ശംഖ് നമ്മൾ ഈ ഫോറക്സ് ഇതിൽ വെട്ടിയിട്ട് അതുമ്പോൾ നമ്മൾ സിൽവർ കളറുള്ള തുണി ഒട്ടിച്ച് ചുറ്റും അതിന് ബോർഡറായിട്ട് ചെറിയ കുമിളുകൾ വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നാഗവടുണ്ട്. അതുപോലെ കോലത്തിന്റെ ദളധാര എന്ന് പറയും. നമ്മൾ ദളധാര എന്ന് പറഞ്ഞത് ഇതിനടിയിലാണ് തെടമ്പ് വയ്ക്കുക, മെയിൻ ഡൈറ്റ് ചെയ്യാൻ. അല്ല, പ്രഭ പോലെ. അതുപോലെ കോലത്തിന്റെ പൂ വെച്ചിട്ടുണ്ട്, ചെറിയ കുമിളുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെയും കോലത്തിന്റെ പൂവാണ് വെച്ചിരിക്കുന്നത്. ആ ഡിസൈൻ മാറി തീർച്ചയായിട്ടും മാറും. ഒരു വർഷവും മുൻ വർഷങ്ങളിൽ ചെയ്ത ഒരെണ്ണം പോലും നമ്മൾ ആ രീതിയിൽ കൊടുക്കാറില്ല. അപ്പോൾ ഇത്രയേരം നമ്മൾ ആലവട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് കണ്ടത്. ഇനി ഒരു ഐറ്റം കൂടിയുണ്ട്, വെൺചാമരം. അത് നമുക്ക് ഇനി കാണാം. അതിപ്പോൾ ഉള്ളത് പാർമേക്കാവിലാണ്. പാർമേക്കാവിൻ്റെ അഗ്രശാലയിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ മാഷ് വെൺചാമരം ചുറ്റുകയാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് ചുറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? വാസ്തവത്തിൽ 3 കിലോ വീതമുള്ള ചാമരാണ്. അത് നുളിക്കുന്ന ആനയ്ക്ക് പ്രത്യേക ദിവസം കുറച്ചും കൂടി നീളവും കുറച്ചും കൂടി നാരിന് ഇറക്കവും ഒക്കെ വേണം. അതോടൊപ്പം തന്നെ ഇത് വന്നിട്ട് മരത്തിൽ നമ്മൾ ആശാരിയെ കൊണ്ടുണ്ടാക്കുന്ന കതിരാണ്. ഇത് മറ്റേ പിച്ചളയിൽ ഉണ്ടാക്കുന്ന പിടിയാണ്. ഇതിനെ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് സ്വർണ്ണപ്പിടിയാക്കുകയാണ്. കാരണം ആലവട്ടപ്പിടി സ്വർണ്ണമാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നെറ്റിപ്പട്ടം സ്വർണ്ണ നിറം, പച്ചക്കൊട, കോലം, അതിലെല്ലാം സ്വർണത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് ഇതിനും സ്വർണ്ണപ്പിടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് മറ്റ് ചാമരങ്ങളേക്കാൾ കുറച്ചും കൂടി വലിപ്പവും കൂടും എന്നുള്ളതാണ് ക്വാളിറ്റി. അപ്പോൾ നമ്മൾ വർണ്ണക്കൊടകൾ കണ്ടു, ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ കണ്ടു, പൂരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കുന്നില്ല. പൂരം കാണാൻ കാത്തിരിക്കുന്ന സുജി പട്ടാമ്പിക്കൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ശ്രീധരൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീധരൻ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണം, പക്ഷെ കണ്ട പൂരം അത് നമുക്കൊന്ന് പറഞ്ഞ് അറിയിക്കാമല്ലോ അല്ലേ? ഈ വെഞ്ചാമരവും ആലവട്ടവും ഒക്കെ നേരിട്ട് കണ്ടപ്പോൾ, വെഞ്ചാമരം പണ്ട് മുതലേ എനിക്ക് വളരെ കൗതുകമുള്ളൊരു വസ്തുവാണ്. അപ്പോൾ അതിൽ ഈ നാരുകൾ അതെന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ നാച്ചുറലായ നാരുകളാണോ എന്നൊക്കെ ഒരു ആശങ്കയും ആകാംക്ഷയും എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ശ്രീധരൻ അതിൻ്റെ ഒരു നിർമ്മാണമൊക്കെ? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും എനിക്ക് തോന്നുന്നു തൃശ്ശൂരിന് പുറത്തുള്ളവർ സാമാന്യമായി അവർക്ക് ഉണ്ടാകുന്നൊരു ചോദ്യമാണ് മോത്തി ചോദിച്ചത്. ഈ വെഞ്ചാമരം എന്നുള്ളത് ഈ എഴുന്നള്ളിപ്പ് സമയത്ത്, പ്രത്യേകിച്ച് മേളത്തിൻ്റെ കാലം മുറുകുമ്പോൾ അതിനനുസരിച്ച് ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയും പ്രൗഢിയും ഒക്കെ ഉണ്ട്. ഏതായാലും ഈ വെഞ്ചാമരം ഉണ്ടാക്കുന്നത് യാക്കിൻ്റെ രോമത്തിൽ നിന്നാണ് ഈ വെഞ്ചാമരം ഉണ്ടാക്കുന്നത്. ഇത് തിബറ്റിൽ നിന്നും അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെ പല റീജിയണിൽ നിന്നുമൊക്കെ ഇത് ഇറക്കുമതി ചെയ്താണ് ഇവിടെ ഈ കാണുന്ന രീതിയിൽ ഈ പൂരത്തിന് പൊലിമ കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്നത്. ഏതായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം തന്നെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വന്ന ഒരു പൂരമാണ്. ഏതാണ്ട് 200 വർഷം കഴിഞ്ഞു. അന്ന് മുതൽ തന്നെ ഈ ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമാണ്. ഏതായാലും ഈ ചമയങ്ങൾ ഒരുക്കാൻ അതിനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചത് ഈ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ തന്നെ മുരളിമാഷിൻ്റെ ചാത്തനാത്ത് കുടുംബത്തിനാണ്. മുരളിമാഷ് NSS കോളേജിലെ കൊമേഴ്സ് വിഭാഗം മേധാവിയായിട്ട് വിരമിച്ച വ്യക്തിയാണ്. അദ്ദേഹമാണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിന് വേണ്ടി
വേണ്ടി ഈ ആലവട്ടവും വെഞ്ചാമരമൊക്കെ ഒരുക്കുന്നത്. ഏതായാലും ഈ ആലവട്ടത്തിൻ്റെ വെഞ്ചാമരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനം തെക്കോട്ടിറക്കമാണ്. തെക്കേ ഗോപുരം നടയിൽ നിന്ന് ഭഗവതിമാർ തെക്കോട്ടിറങ്ങുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്. അപ്പോൾ ഈ ആലവട്ടവും വെഞ്ചാമരവുമാണ് നമ്മൾ താഴെ നിൽക്കുന്ന കാണികൾ, ഈ പൂരപ്രേമികളൊക്കെ ആദ്യം ഭഗവതിമാർ തെക്കോട്ടിറങ്ങുകയായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ആദ്യം കാണുന്നത് ഈ ആലവട്ടവും വെഞ്ചാമരവുമാണ്. സാന്ധ്യശോഭയിൽ ഈ ആലവട്ടത്തിൻ്റെ ഈ സ്വർണ്ണ വർണ്ണത്തിലേക്ക് സൂര്യപ്രകാശം കൂടി അടിക്കുമ്പോൾ അത് വെട്ടിത്തിളങ്ങി ആളുകൾക്കുള്ളിൽ ഈ കാത്തിരിക്കുകയാണ്, എന്താണ് ഭഗവതിമാർ തെക്കോട്ട് ഇറങ്ങാത്തത്, ഇലഞ്ഞിത്രമേളം കഴിഞ്ഞോ തുടങ്ങിയ വലിയ ചോദ്യങ്ങളുമായി ആളുകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഈ ആലവട്ടത്തിൻ്റെയും ആ ഒരു സ്വർണ്ണ ശോഭയിൽ ഭഗവതിമാർ തെക്കോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആരവമുണ്ട്. അത് തീർച്ചയായിട്ടും പൂരം കണ്ട് അറിഞ്ഞ ആളുകൾക്ക് അതൊരു വല്ലാത്തൊരു മൊമെൻ്റാണ്. ഏതായാലും അതിനൊക്കെയുള്ള ഒരു കാത്തിരിപ്പാണ്. ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് സാമ്പിൾ വെടിക്കെട്ടാണ്. നാളെ നെയ്തലക്കാവ് ഭഗവതി പൂരവിളംബരം തെക്കേ നട തുറന്ന് പൂരവിളംബരം ചെയ്യുന്നതോടുകൂടി തന്നെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന് തുടക്കമാവുകയാണ്. അത് കഴിഞ്ഞാൽ വലിയ പൂരക്കാഴ്ചകളാണ്, മേളത്തിൻ്റെ കാഴ്ചകളാണ്. പഞ്ചവാദ്യമുണ്ട്, മേളമുണ്ട്, ഗംഭീര കരിവീരന്മാരുണ്ട്, പ്രഗത്ഭരായ മേളക്കാരുണ്ട്. അങ്ങനെ മാതൃഭൂമി ന്യൂസ് സംഘം വിപുലമായിട്ടുള്ള സൗകര്യം എല്ലാ വർഷവും നമ്മൾ ഒരുക്കാറുണ്ട്. ഇക്കുറിയും നമ്മൾ പൂരത്തിന് ഒരുങ്ങിക്കെട്ടിക്കൊണ്ട് തന്നെയാണ് ഈ പൂരം നമ്മൾ എടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ പൂരത്തിലേക്ക് പൂരക്കാഴ്ചകൾ കാണാനുള്ള അതെ, പൂരപ്പറമ്പിൽ നിന്ന് വളരെ വിശാലമായ വിവരങ്ങൾ, വിശേഷങ്ങൾ എല്ലാവരിലേക്കും പങ്കുവയ്ക്കാൻ ശ്രീധരനടക്കമുള്ള വലിയ മാതൃഭൂമി സംഘം അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൂരവിശേഷങ്ങൾ നേരിട്ട് നിങ്ങളിലേക്ക് വരുന്ന ദിവസങ്ങളിലെത്തും.